ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിതനെയും രോഹിത്തിനെയും വിളിച്ചിട്ട് ഗംഗാധരൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാവി പരിപാടി എന്താണെന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, ഞാൻ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അല്ലേ. അപ്പോൾ ബബി പറയും, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയും കേട്ടോ. അതിനെക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, ഇനി നിങ്ങൾ എന്നാണ് കടപ്പാട്ടൂർ പോകുന്നത് എന്നാണ് ചോദിച്ചതെന്ന് പറയും കേട്ടോ. അന്നേരം രോഹിത് പറയും, കടപ്പാട്ടൂരോ? ഞങ്ങൾ എന്തിനാണ് കടപ്പാട്ടൂർ പോകുന്നത്? അവിടെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? അന്നേരം ഗംഗാധരൻ ചോദിക്കും, ആരുമില്ലേ? നിങ്ങളുടെ അച്ഛൻ എന്താ മരിച്ചുപോയോ? ഓ, ആ മനുഷ്യനുള്ളതും ഇല്ലാത്തതൊക്കെ കണക്കല്ലേ എന്ന് രോഹിത് പറയേ. അപ്പോൾ രാജീവൻ പറയാണ്, നിങ്ങൾ എത്ര കാലം ഇവിടെ നിൽക്കും, എത്ര നാൾ നിങ്ങൾ ഇവിടെ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെ തീരുമാനം എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നേരം രോഹിത് പറയാണ്, അവിടെ അവളുണ്ടല്ലോ അലീന, അവളാണല്ലോ ഇപ്പോൾ അവിടെ ഉള്ള അച്ഛന് വേണ്ടപ്പെട്ടവൾ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് കമല നിൽക്കുന്നുണ്ടേ. അന്നേരം ശിവനങ്ങളാണ് ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്, ശിവനങ്ങളാണ് അതിന് മറുപടി പറയേണ്ടതെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെ, നിങ്ങളെ അന്ന് വലിയ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ നിങ്ങൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ വലിയ ആൾക്കാർ, അതായത് മുതിർന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കോംപ്രമൈസായി, അപ്പോൾ പിന്നെ കുട്ടികളും കോംപ്രമൈസ് ആവണം. അതുകൊണ്ട് നിങ്ങളിനി തിരിച്ചു പോകണം തന്നെയാണ് ഞാനും പറഞ്ഞത്. പെട്ടെന്നല്ല, പതുക്കനെ മതി, ഇന്നോ നാളെ നിങ്ങളോട് പോകാനല്ല പറയുന്നത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രോഹിത് പറയുകയാണ്, ഞങ്ങൾക്ക് എന്തായാലും അവിടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ. അപ്പോൾ അലീന അവിടെ ഉള്ളതുകൊണ്ടാണോ എന്ന് ചോദിക്കുക. അതെ, അലീന അവിടെ ഉള്ളതുകൊണ്ടാണെന്ന് പറയുമ്പോൾ, അലീന നിങ്ങൾക്ക് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് പറയും കേട്ടോ. അവൾ നിങ്ങൾക്ക് സഹായം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ, അവളെ സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് രോഹിത് തുറന്ന് പറയുകയാണേ. അതിനുശേഷം ബബിയും പറയുന്നുണ്ട്, അലീന അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ പോകൂല എന്ന് പറയും. ആണോ? ഇനി അടുത്ത 5 വർഷത്തേക്ക് അലീനനെ അവിടെ നിന്ന് മാറ്റാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചിട്ടില്ല, അപ്പോഴോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിതയും രോഹിതൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ശിവനോട് ചോദിക്കണം, ശിവ, അടുത്ത 5 വർഷത്തേക്ക് ഇവരെ രണ്ടുപേരെയും ഇവിടെ നിർത്തി പഠിപ്പിക്കാനും ചെലവിന് നോക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും നിന്നെക്കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുകയാണേ. അന്നേരം ശിവൻ പറയും, ഏയ് അത്രയൊന്നും എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറയും. അപ്പോൾ കമലനോട് ചോദിക്കും, കമലെ, 5 വർഷക്കാലം ഇവർക്ക് നിങ്ങൾക്ക് വെച്ച് വിളമ്പി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റൂ? അയ്യോ, 5 വർഷമൊന്നും പറ്റൂല, വേണമെങ്കിൽ 5 മാസം നോക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ വ്യക്തമായിട്ടൊരു തീരുമാനം ഉടനെ തന്നെ എടുക്കണം എന്ന് പറയുകയാണ്. ആ സമയത്ത് അമ്മയ്ക്ക് ഇങ്ങനെ അപകടം പറ്റാൻ കാരണം അവളല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ അലീനയോ? ആ അതെ, അവൾ കാരണം അമ്മയ്ക്ക് ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറയും. അന്നേരം നമ്മുടെ ഗംഗാധരൻ പറയാണ് കേട്ടോ, അതിനെ പച്ച മലയാളത്തിൽ കുന്തളിപ്പ് എന്നാണ് പറയുക, കുന്തളിപ്പ്. അല്ലെങ്കിൽ ആരെങ്കിലും രാത്രി 1:30 നേരത്ത് വീട്ടിൽ നിന്ന് ആരോടും പറയാണ്ട് കാറെടുത്ത് പോകുമോ? അപ്പോൾ ബബി പറയും, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞു, നിന്നോട് ആരാ പറഞ്ഞത്? വൈജ പറഞ്ഞു. അങ്ങനെ നീ ഊഹിച്ചുണ്ടാക്കുന്നതല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവും എന്നല്ല, അച്ഛൻ പറഞ്ഞിട്ടില്ല, നിൻ്റെ അമ്മയുടെ അഹങ്കാരത്തിന് അവിടെ നിന്ന് ആ സമയത്ത് ഇറങ്ങി പോകുന്നതാണ്. പിന്നെ അലീനോട് നിൻ്റെ അമ്മയ്ക്ക് എന്താ ദേഷ്യം? അമ്മയ്ക്ക് അവൾ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? കാരണമില്ലേ, അവൾ വന്നപ്പോൾ തുടങ്ങി അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അത്ര തന്നെ. അപ്പം നിൻ്റെ അച്ഛന് അവളെ ഇഷ്ടമാണ്, അത്ര തന്നെ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഒന്നും ഇവർക്ക് അങ്ങോട്ട് സംസാരിക്കാനുള്ളൊരു ഇതില്ല കേട്ടോ. എന്തായാലും ഇത്രയും ദിവസം നിങ്ങളിവിടെ നിന്നു, ഇനി എന്തായാലും തിരിച്ചവിടേക്ക് തന്നെ പോകേ പറ്റുള്ളൂ. കാരണം ഈ അച്ഛനമ്മമാരെ തെറ്റ് ചെയ്യാത്ത വിഗ്രഹങ്ങളാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ മക്കൾക്ക് എന്തൊക്കെയോ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ഇല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ രോഹിത്തും പപ്പിയൊന്നും മിണ്ടുന്നില്ല. അതുപോലെ തന്നെയാണ് അയാളുടെ ചെറുപ്പകാലത്ത് അയാൾക്കൊരു തെറ്റ് പറ്റി, ഒരു പെൺകുട്ടിനെ കണ്ടു, സ്നേഹിച്ചു, ഒരുമിച്ച് ജീവിച്ചു, പിന്നീട് പിരിയേണ്ടി വന്നു. അതിനെ അനാഥാലയത്തിലാണെന്ന് അറിഞ്ഞു, പിന്നീട് അത് തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയും കാലം അനാഥാലയത്തിൽ ജീവിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളത് അവനുണ്ടാവില്ലേ ഒരാഗ്രഹം. അപ്പോൾ രോഹിത്തിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വരണ്ട, ബബി ഇറങ്ങിപ്പോകും, രോഹിത്തും പോകുകയാണ് അവിടെ നിന്ന്. അതിനുശേഷം രണ്ടുപേരും റൂമിൽ ചെന്നിരുന്ന് ആലോചിക്കുകയാണ്. ഹരിയുണ്ട്. അപ്പോൾ ഹരി വന്നിട്ട്, ഇത് വല്ലാത്തൊരു തീരുമാനമായി പോയല്ലോ, എന്താ ഇത് ഇവർക്കൊക്കെ പറ്റിയതെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവിടേക്ക് കമല വരികയാണ് കേട്ടോ. എന്താണ് എല്ലാവരും കൂടെ ഒരു ഗൂഢാലോചന എന്ന് പറയും. ഇവരുടെ അവസ്ഥ അമ്മ അറിഞ്ഞില്ലേ, പിന്നെ ഇതിലെന്ത് ഗൂഢാലോചന എന്ന് പറയാം കേട്ടോ. നിങ്ങളെന്തിനാ പിള്ളേരെ വിഷമിക്കുന്നത് എന്ന് പറയും. കടപ്പെട്ടവർക്ക് ഞങ്ങൾ തിരിച്ചു പോകണം എന്നല്ലേ നിങ്ങളെല്ലാവരും പറഞ്ഞിരിക്കുന്നത്? ആര്? ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പോകേണ്ട പിള്ളേരെ. അതെ, രാജീവേട്ടനും ശിവേട്ടനും രാജീവനും ഒക്കെ നാളെ മറ്റന്നാളായിട്ട് പോകും. പിന്നെ അവർ നിങ്ങൾ ഇവിടെ നിന്നാൽ എന്താ, നിന്നില്ലെങ്കിൽ എന്താ, നിങ്ങളെന്തായാലും അവിടേക്ക് പോകുന്നു വേണ്ട. അവിടെ അവൾ ഉണ്ടല്ലോ, അലീന, അവളവിടെ വാഴട്ടെ.
നിങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകണ്ട, വൈജ വരട്ടെ, വൈജ വന്നിട്ടൊരു തീരുമാനം എടുക്കും, അല്ലെങ്കിൽ ബാലേന്ദ്രൻ തന്നെ വരും കുറച്ച് നാൾ കഴിയുമ്പോൾ. വൈജ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുമല്ലോ, അന്നേരം നിങ്ങൾക്ക് പുതിയ വീടെടുത്ത് അവിടേക്ക് മാറിയാൽ മതി. അപ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങളെ നോക്കുന്നതിൽ എന്ന് ചോദിക്കാൻ കേട്ടോ ബാബി. എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു പോകാനായിട്ട്. നിങ്ങൾ പോകുമൊന്നും വേണ്ട, എന്തായാലും വൈജ വരട്ടെ, വൈജ വന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. എന്തായാലും വൈജ പറയുന്നത് പോലെ നിങ്ങൾ വൈജ പറയുന്നത് മാത്രം നിങ്ങളനുസരിച്ചാൽ മതി, അല്ലാണ്ട് ബാക്കിയുള്ളവർ പറയുന്നത് നിങ്ങളനുസരിക്കേണ്ടെന്ന് പറയും. അങ്ങനെ കമല പോകട്ടെ. അപ്പോൾ ഹരി വെറുതെ ഇത്രയേ ഉള്ളൂ പ്രശ്നം, നിങ്ങൾ വെറുതെ വിഷമിക്കാതിരിക്കുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ആശ്വാസമാവാണ് കേട്ടോ. അലീനുള്ള വീട്ടിലേക്ക് ഞങ്ങൾ പോകൂല എന്ന് തന്നെ അവർ തീർത്തും പറയുന്നുണ്ട്. നാട് വിട്ടു പോകേണ്ടി വന്നാലും ആ വീട്ടിലേക്ക് പോകൂല എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മനു വരികയാണ് കേട്ടോ എറണാകുളത്തുനിന്ന്. ആ സമയത്ത് കമല ഫോണിൽ സംസാരിക്കുകയാണ്. ഗോവർദ്ധൻ്റെ ഭാര്യ സുലോചനയാണ് വിളിക്കുന്നത്. സുലോചന തന്നെയാണല്ലോ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ കമലയുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് വിളിക്കുകയാണ്. ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞയക്കുന്നു. പക്ഷേ കമലയാണെന്നുണ്ടെങ്കിൽ പറയും ഇവിടെ പണികൾ തന്നെയാണ്, പിള്ളേരെ നോക്കണ്ടേ, പിള്ളേർക്ക് കോളേജിൽ പോകണ്ടേ, അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഇവിടെ ആകെ ഞാനേ ഉള്ളൂ. ഒരു ജോലിക്കാരി വന്ന് തൂത്തു അടച്ച് കുറച്ച് പാത്രങ്ങൾ കഴുകിയിട്ട് പോകും, അതുമാത്രം മതിയോ? ഇവിടെ എന്തായാലും ആരുമില്ല സുലോചന, എനിക്കിവിടെ നിന്ന് തിരിയാൻ നേരമില്ല, പണികൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യേ. എന്നിട്ട് മനു വരും കേട്ടോ. മനു വരുമ്പോൾ മനുവിനോട് കമല പറയാതെ വൈജര ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കാൻ ആളില്ലാന്ന്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് സുലോചന വിളിച്ചതാണെന്ന് പറയട്ടോ. ആണോ? അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞയക്കും. ഇവിടെ ഇപ്പോൾ ആര്? ഇവിടെ ഇപ്പോൾ ബബി ഉണ്ടല്ലോ, ബബിനെ പറഞ്ഞയച്ചൂടെ? അല്ലെങ്കിൽ രഞ്ജുവിനെ പറഞ്ഞയക്കും. രഞ്ജുവിന് കോളേജിൽ പോകണ്ടേ, ബബിക്ക് കോളേജിൽ പോകണ്ടേ? എന്നാൽ പിന്നെ അമ്മ എനിക്കിവിടെ പണികളില്ലേ? ഓ, പണികളുണ്ടല്ലേ. ആരെങ്കിലും അടിച്ചിറക്കാനാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നാട് കടത്താനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേഷം കെട്ടി പോയേനെ അല്ലേ? അതിനൊക്കെ അമ്മയ്ക്ക് നേരമുണ്ടല്ലേ, ഇതിനമ്മയ്ക്ക് നേരമില്ല അല്ലേ? അതേ മനു, നീ വെറുതെ തന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. എന്താ കുറ്റം പറഞ്ഞത് സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ കമലയ്ക്ക്. കമല പറയും ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് വൈജയ്ക്ക് ബൈസ്റ്റാൻഡറായി നിൽക്ക്, അലീനയ്ക്ക് കുറേ നാൾ ബൈസ്റ്റാൻഡറായി നിന്നതല്ലേ എന്ന് ചോദിക്കും. അവൾക്ക് അന്ന് ആരും ഉണ്ടായിരുന്നില്ല, ഞാനേ ഉള്ളൂ. ഓ, ഇപ്പോൾ അവൾക്ക് എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കമല അവിടെ നിന്ന് പോകുകയാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ മനു. വന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇപ്പോൾ മുത്തശ്ശിക്ക് ഇപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്വീകരണമൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പറഞ്ഞിട്ടുണ്ട് ഇപ്പം എൻ്റെ മക്കളുള്ളതുകൊണ്ട് കുഴപ്പമില്ല, കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവുക. അവർ പോയി കഴിയുമ്പോൾ കാണാം കമല എന്നോടത്ത് പോര് എടുക്കാൻ വരുന്നത്. അന്നേരം മനു പറയും മുത്തശ്ശി ചെറുപ്പത്തിലല്ല അമ്മേനെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന നാളിലേ അമ്മനോട് പോരെടുത്തിട്ടുണ്ട് അല്ലേ, അല്ലാണ്ട് ഇങ്ങനെ അമ്മ തിരിച്ച് പോരെടുക്കാൻ സാധ്യതയില്ലല്ലോ. ഒന്ന് പോടാ, പോര് എന്ത് പോര്, ഒരു പോരും എടുത്തിട്ടില്ല എന്ന് പറയാൻ കേട്ടോ. അന്നേരം നീ വൈജയുടെ അടുത്ത് പോയിരുന്നോ നോക്കാൻ കേട്ടോ. വൈജാൻറ്റീൻ്റെ അടുത്ത് നിൽക്കാൻ ഇപ്പോൾ ആളില്ലാന്ന് ബൈസ്റ്റാൻഡറായിട്ട്. അപ്പോൾ സുലോചന ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് പോകാൻ താല്പര്യമില്ല. അമ്മയ്ക്ക് വേറെ വല്ല യുദ്ധം ഉണ്ടാക്കാനായിട്ടോ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അമ്മ പോകുള്ളൂ. അപ്പം ഇനി വൈജാൻറ്റിയുടെ അടുത്ത് നിൽക്കാനൊന്നും ആളില്ല. ഞാനെന്തായാലും വലിയച്ഛനൊന്നും പോകല്ലേ, അത് കാരണം വന്നതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനു അവിടെ നിന്ന് പോകും കേട്ടോ. അതിന് ശേഷം ഗംഗാധരൻ ഒരുങ്ങി വരികയാണ് കേട്ടോ, പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്നാലും ഗംഗാധരന് ആദ്യം പോകണ്ടായിരുന്നു, ഞങ്ങൾ പോയതിന് ശേഷം പോയാൽ പോരായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞു, എടാ എനിക്ക് ഇപ്പോൾ വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 10 മണിക്കൂറത്തെ യാത്രയല്ലേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ നിങ്ങൾക്ക് അതുപോലെയല്ലല്ലോ, നിങ്ങൾക്ക് മാസങ്ങൾ വേണ്ടേ ലീവ് കിട്ടാനായിട്ട്, അതുകൊണ്ട് നിങ്ങൾ തൽക്കാലം കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ശിവനും പറയുന്നുണ്ട് എന്നാലും ഗംഗാട്ടൻ ഇങ്ങനെ ആദ്യം പോകുമ്പോൾ ഇനിയുള്ള കാര്യങ്ങൾക്ക് ഞങ്ങൾക്കൊരു ധൈര്യം ഇല്ലാത്ത പോലെ എന്ന് പറയും കേട്ടോ. വൈജനെ ഒന്ന് അടക്കി നിർത്തണ്ടേ, എന്തായാലും വൈജ അലീന ആ വീട്ടിൽ നിൽക്കാനായിട്ട് സമ്മതിക്കുന്നു തോന്നുന്നില്ല എന്ന് പറയാൻ കേട്ടോ. സമ്മതിക്കൂല, അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചെവിട്ടി കൂടെ കേട്ട് അപ്പുറത്തെ ചെവിട്ടി കൂടെ കളയണം. അവളെ അടുത്ത് നിൽക്കുന്നുണ്ട് തോന്നിയാൽ വേണം, മറുവശത്ത് നമ്മൾ വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ വേണം എന്നൊക്കെ പറയാനിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ അത്രയേ ഉള്ളൂ. പിന്നെ പ്രമോല് ഗംഗാധരൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് യാത്ര പറഞ്ഞതിന് ശേഷം ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ബാലേന്ദ്രൻ തുറന്ന് തന്നെ പറയുന്നുണ്ട്, വൈജിയെ എത്രമാത്രം പ്രകോപിപ്പിക്കാൻ പറ്റുമോ അത്രയും പ്രകോപിപ്പിക്കും ഞാൻ, അത്രമാത്രം ഞാൻ അവളെ ഇൻസൾട്ട് ചെയ്യും. കാരണം അവൾ എന്നോട് ചെയ്ത് ചതി അത്ര വലുതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ബാലേന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അതിനുശേഷം പിന്നീട് മനു വരികയാണ് കേട്ടോ കടപ്പാട്ടൂർക്ക്. അപ്പം മനുവിനെ കാണുമ്പോൾ തന്നെ അലീന സന്തോഷത്തോടുകൂടി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മനുവേട്ടനെ കണ്ടിട്ട് കുറച്ച് നാളായല്ലോ,
കുറച്ച് ദിവസമായല്ലോ മനുവേട്ടൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം മനു ചോദിക്കുന്നുണ്ട് എന്താ എന്നെ കാണാൻ തോന്നിയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീനയ്ക്ക് വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഈ ഒരു പ്രണയം തുറന്ന് പറയുന്ന രീതിയിലുള്ള ഭാഗമാണ് കേട്ടോ കാണിക്കുന്നത്. അലീനയുടെ കൈ പിടിച്ച് തൻ്റെ കയ്യിൽ വെച്ചിട്ട് 2 കൈക്കുള്ളിലും അലീനയുടെ കൈ വയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു പ്രണയ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.